അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. ഡേറ്റ് 31 മെയ്, സൺഡേ. രാവിലെ ഇവിടെ സമയം 7:22. ഞാൻ ഒരാവശ്യമില്ലാതെ ഇന്ന് രാവിലെ 4:30 എണീറ്റു. 4:30 എണീറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് എണീറ്റതൊന്നുമല്ല, അലാറം വെച്ചതൊന്നുമല്ല, തനിയെ എണീറ്റാണ്. ബേസിക്കലി ഞാൻ നോർമലി ഒരു 5:30, 6 മണി, 5 മണി ആ ഒരു സമയത്തിലാണ് എല്ലാ ദിവസവും എണീക്കുന്നത്. അതിപ്പോൾ ശീലമായി. എനിക്ക് എപ്പോൾ കിടന്നാലും രാവിലെ രാത്രി ഇനിയിപ്പോൾ തലേ ദിവസം ഒരു 8:30 കിടന്നാലും അല്ലെങ്കിൽ 10 മണിക്ക് കിടന്നാലും 12 മണിക്ക് കിടന്നാലും രാവിലെ ഈ സമയമാകുമ്പോൾ എനിക്ക് ഓർമ്മ വരും. ഇന്ന് നേരത്തെ എണീക്കാൻ കാരണം ഇന്നലെ എൻ്റെ അനിയൻ പുതിയ ജോലിക്കായിട്ട് മലേഷ്യ പോയായിരുന്നു. അവൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. അപ്പോൾ 2 ഫ്ലൈറ്റ് കയറണമായിരുന്നു. മലേഷ്യ പോയിട്ട് അവിടെ നിന്ന് അടുത്തൊരു ഐലൻഡ് ഉണ്ട്. ഐലൻഡ് അല്ല, അവരുടെ ഈ മലേഷ്യയുടെ മെയിൻലാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടാണ് കോട്ട കിനബാലു, അങ്ങനെ കണ്ടാണ് പറയുന്നത് ആ പേര്. അപ്പോൾ അവിടെ അവൻ ഷെഫാണ്. അങ്ങോട്ട് ഇപ്പോൾ അവന് ജോലിക്കായിട്ട് പോയി, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. അപ്പോൾ അവൻ്റെ ഫ്ലൈറ്റ് എനിക്ക് ട്രാക്ക് ചെയ്യണമായിരുന്നു. അത് മനസ്സിൽ ഓർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്തോ ബ്രെയിന് ആ ഒരു സമയമായപ്പോൾ ഇങ്ങനെ ചവിട്ടി എണീപ്പിച്ചേ. അപ്പോൾ ഞാൻ എണീറ്റ് ആപ്പ് യൂസ് ചെയ്തിട്ട് അവൻ്റെ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്തപ്പോൾ ഓക്കെ, അത് കോലാലംപൂർ എത്തി. കോലാലംപൂർ എത്തിയിട്ട് 1 hour ഡിലേയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ഫ്ലൈറ്റിലാണ്. നോർമലി ആ സമയമാകുമ്പോൾ അവിടെ എത്തേണ്ടതാണ്, അത് എത്തിയില്ല. 1 മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് അവൻ ഫ്ലൈറ്റിലാണ്. 4:30-4:45 അങ്ങോട്ട് ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ പിന്നെ വീട്ടിൽ ഒന്ന് അറിയിക്കാം, ഓക്കെ ഓൾറെഡി അവൻ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, അവിടെ എത്തിയില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ പിന്നെ കിടക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഫോൺ അറിയാതെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി 2-3 റീല് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറക്കം പോയി. 4:30 അതുപോലെ വയ്ക്കണം. അപ്പോഴത്തേക്ക് ഒരു 4:45 കണ്ടായി. എന്നിട്ട് ഇത് ഫോണ് താഴ്ത്തി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ നോക്കി, ഉറക്കം വരുന്നില്ല. നോർമലി എനിക്ക് ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഉറക്കം വരാത്തയാ. എന്ത് ചെയ്താലും എനിക്ക് ഉറക്കം വരത്തില്ല. പകൽ കിടന്നാൽ എനിക്ക് നേരെ ഉറങ്ങാൻ പറ്റത്തില്ല. നേരെ എന്നല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ പകൽ കിടന്ന് ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായെന്ന് തോന്നുന്നു, വർഷങ്ങൾ. എനിക്ക് രാത്രി ഉറക്കാൻ പറ്റത്തുള്ളൂ, പക്ഷെ രാവിലെ എണീക്കുകയും ചെയ്യും. അപ്പോൾ ഈ രാത്രി സമയത്തിന് കിടന്നാൽ മാത്രമേ എനിക്കൊരു 7+ hours സ്ലീപ്പ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇത് 7+ hours സ്ലീപ്പ് കിട്ടത്തില്ല. ഇന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ 12 മണിയായി. ഫോണിൽ നോക്കിയിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു 8 മണി വരെയൊക്കെ കിടന്നുറങ്ങാം. ഇന്ന് രാവിലെ 10 മണി വരെ എനിക്ക് പരിപാടിയൊന്നുമില്ല. അപ്പോൾ 8 മണി വരെ കിടന്നുറങ്ങി പതുക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് പറ്റിയില്ല. ഇന്നാകെ 4.5 മണിക്കൂർ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് 4:30 എണീറ്റ് 5-5:15 വരെയൊക്കെ ബെഡിൽ കിടന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്തു. ഒന്നും പറ്റിയില്ല. പിന്നെ ഞാൻ എണീറ്റ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ആലോചിച്ചത്, എനിക്കൊരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു പാഴ്സൽ. അത് പിക്ക് ചെയ്തില്ല, ആമസോണിൽ നിന്നാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇത് ഓപ്പൺ ലോക്കർ എന്ന് പറയുന്നൊരു സാധനം ഇത് ആമസോൺ ആപ്പിനകത്തുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പാഴ്സൽ ഇരിക്കുന്ന പെർട്ടിക്കുലർ ബോക്സ് ഓപ്പൺ ആവും. അപ്പോൾ അത് എടുത്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഇന്നലെ നൈറ്റ് അങ്ങോട്ടാണ് ഡെലിവറി വന്നത് അവിടെ പിക്കപ്പ് സ്റ്റേഷനിൽ. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, ഇന്ന് രാവിലെ 5:45 കണ്ടായപ്പോഴത്തേക്ക് തന്നെ നേരെ അവിടെ പോയി അത് പിക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തെ റോഡിലൊന്നും ആരുമില്ല. രാവിലെ അവിടെ ആരുമില്ല. എണീറ്റ് വെളിയിൽ വന്ന് കാറിലോട്ട് കയറാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച 2 മുയലുകൾ പുറത്ത്, വീടിന്റെ പുറത്ത് നിന്ന്. അവർ രണ്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആയിരിക്കും, അറിയില്ല. അങ്ങനെ അവര് രണ്ടുപേരും വെളിയിലാണ്. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇത് കൊള്ളാലോ, രാവിലെ തന്നെ ഒരു എന്താ ആനിമൽസിനെയൊക്കെ കണ്ടെണീക്കുന്ന ഒരു എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഒരു മുയല് ഒന്നല്ല 3 കണ്ടുണ്ട്. അത് ഓടിപ്പോകുന്നത് കാണാം. മുയലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു മാനിനെ കണ്ടു. ഇത് ഗാർഡനാണ്, ഞങ്ങളുടെ ഗാർഡനാണ്. അതിന്റെ അകത്ത് തന്നെ മാനിനെ കണ്ടു. ഇപ്പോൾ ഒരു മുയൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട്. അത് കിളികളുണ്ട് ഇവിടെ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് തന്നെ പാരറ്റ് ഫാം എന്നാണ് പറയുന്നത്. പാരറ്റ് ഫാം. ബേസിക്കലി ഇവിടെ ഇത് തത്തകള്, കിളികള്, മുയല്, മാന് എല്ലാം ഉണ്ട്. നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പക്ഷെ നല്ല നല്ലതാ. ആനിമൽസിനെ കണ്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഒരു മനസ്സിനൊരു ഇതുണ്ട്, എന്താ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. നല്ലതാ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ പോയിട്ട് ഡെലിവറി വന്നതെന്ന് പറയുന്നത് ട്രൈപ്പോഡാണ്. ട്രൈപ്പോഡ് വന്നു. ഞാനൊരു ട്രൈപ്പോഡ് മേടിച്ചായിരുന്നു. പക്ഷേ ട്രൈപ്പോഡ്
അതിനകത്ത് ക്യാമറ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റൂ. എൻ്റെ ക്യാമറ സെറ്റ് ചെയ്ത് നോക്കി, അത് വർക്കാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫോൺ സെറ്റ് ചെയ്യണം. നമുക്ക് എല്ലായിടത്തും ഈ ക്യാമറ തൂക്കിക്കൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. അപ്പോഴത്തേക്ക് വിചാരിച്ചു ഫോണ് സെറ്റ് ചെയ്യണം. അങ്ങനെ ഞാനിത് ഈ ട്രൈപോഡ് ഓർഡർ ചെയ്തു. അതിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. സിമ്പിളാണ്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അനിയൻ അവിടെ എത്തി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവൻ മെസ്സേജ് അയച്ചു. ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അവൻ മെസ്സേജ് അയച്ചത്. അവൻ ലാൻഡ് ചെയ്തു. അവൻ്റെ പെട്ടി സെക്കൻഡ് ഫ്ലൈറ്റിൽ എത്തിയില്ല. ആ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ പെട്ടി വരും. അങ്ങനെ അവ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അവൻ്റെ വർക്ക് പ്ലേസിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് അനിയൻ്റെ അപ്ഡേറ്റ്സ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു 3 എഗ്സ് എടുത്ത് സ്ക്രാമ്പിൾ ചെയ്തു. പിന്നെ ഈ റൈസ് കേക്ക് അറിയത്തില്ലേ, വട്ടത്തിലിരിക്കുന്ന റൈസ് കേക്ക്, അതുപോലെ തന്നെ കോൺ കേക്ക് ഉണ്ട്. കോൺ വെച്ച് ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ട്. കേക്ക് എന്നല്ല പറയാ, നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സാധനമാണ് അതിനെ കേക്ക് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ സ്ക്രാമ്പിൾഡ് എഗ്സ് അതിൻ്റെ പുറത്തിങ്ങനെ വെച്ച് അത് 2 കഴിച്ചു. പിന്നെ ഇതാ ഇപ്പോൾ ബ്ലാക്ക് ടീ കുടിക്കുന്നു. ഷുഗറൊന്നും ഇടാത്ത ബ്ലാക്ക് ടീ ആണ്. എനിക്കത് ശീലമായി. ഷുഗറൊന്നും ഉണ്ടായിട്ട് തുടങ്ങിയൊന്നുമല്ല. എൻ്റെ പപ്പയ്ക്ക് ഷുഗറുണ്ട്, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പപ്പ ചായ ഉണ്ടാക്കുമ്പോൾ ഷുഗർ ഇടാറില്ല. എനിക്ക് മടിയായിട്ട് പപ്പ ചായ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഞാൻ ഷുഗർ പോയി ഇടാറുമില്ല. പപ്പ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അതങ്ങ് കുടിക്കും. പഞ്ചസാര പോയി എടുത്തിടാൻ മടിച്ച് ഞാൻ പഞ്ചസാര ഇടാതിരുന്ന് അതങ്ങ് ശീലമായി. അങ്ങനെ ഇപ്പം ഞാൻ പഞ്ചസാര ഇടാതെ ചായ കുടിക്കുന്നത്. എനിക്ക് പഞ്ചസാര ഇട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്തോ പോലെ തോന്നും. അല്ലെങ്കിൽ പിന്നെ കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ ഇട്ട് തരുവാണെങ്കിൽ ഓക്കെ, അതങ്ങനെ കുടിക്കണം. അല്ലാതെ ഞാനായിട്ടിടുന്ന പരിപാടിയില്ല. പിന്നെ ചില സമയങ്ങളിൽ ഓഫീസിൽ പോകുമ്പോൾ മറ്റേ ഷുഗർ ഫ്രീ, കാലറി ഫ്രീ ഷുഗറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അത് 1-2 വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് വെക്കാറുണ്ട്. അല്ലാതെ ഷുഗർ യൂസ് ചെയ്യുന്ന ഷുഗർ ചായയിലിട്ട് കുടിക്കുന്നതല്ല. പക്ഷെ ഐ ലവ് ചോക്ലേറ്റ്സ്. പിന്നെ ഷുഗറി ആയിട്ടുള്ള വേറെ ഇപ്പോൾ ഡോണട്ട്സൊക്കെ ഞാൻ ഇഷ്ടംപോലെ കഴിക്കും. അതിലൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ചായയിലിട്ട് കുടിക്കാൻ എനിക്കെന്തോ ഇഷ്ടമല്ല. പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പറഞ്ഞു വന്നത്. ഒരു ഐഡിയ ഇല്ല. ഇന്ന് രാവിലെ ഒരു സ്ക്രിപ്റ്റില്ല, ഒന്നുമില്ല. ഞാൻ ചുമ്മാ ഒരു ക്യാമറ എടുത്തോണ്ട് വെച്ച് അങ്ങ് സംസാരിക്കുക. ഒരു 100-150 ദിവസം മുന്നേ ഞാനൊരു 74.5 കിലോ ആയിരുന്നു എൻ്റെ വെയിറ്റ്. അത് ഒരു 100 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റൊക്കെ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. എന്നാലും വർക്കൗട്ടൊക്കെ ചെയ്ത് എൻ്റെ വെയിറ്റ് ഒരു 64.5 കിലോ എത്തിക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ എന്താ പറയുക, അതിനുശേഷം ഈ സ്ട്രിക്റ്റ് ഡയറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തവർ സ്ട്രിക്റ്റ് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിയും. എനിക്ക് പൊളിഞ്ഞു, എനിക്ക് വർക്കായില്ല. പക്ഷെ വെയിറ്റ് 10 കിലോ കുറച്ചെങ്കിലും എൻ്റെ മൈൻഡ് അത്രയ്ക്ക് സ്ട്രെസ്ഡ് ആയിരുന്നു. ഈ സ്ട്രിക്റ്റ് ഡയറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം അതാ. നമ്മളെ ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ കട്ട് ചെയ്ത് ഒരു ബോഡിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചു വയ്ക്കുമ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് വേറെ. എൻജോയ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ സ്ട്രഗിൾ ചെയ്ത് എൻജോയ് ചെയ്യുന്നത് വേറെ. പക്ഷേ എൻജോയബിളായിട്ട് അതിനെ കൊണ്ടുപോകുന്നത് വേറെ. അത് ഞാൻ റിയലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 100 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പീക്ക് ഫിസിക്കൊക്കെ എത്തി. പക്ഷെ എനിക്ക് ഉദ്ദേശിച്ച അത്രയും എത്തിക്കാൻ പറ്റൂല. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം ചീറ്റൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് മീലൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. കൊതി അങ്ങ് കൂടി വരുവേ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്വീറ്റ് ക്രേവിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഡോണറ്റ്സ് അല്ലെങ്കിൽ ക്രൊസാൻസ് അതൊക്കെ ഇങ്ങനെ ഇരിക്കും. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഓ മൈ ഗോഡ്, എനിക്ക് അതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി സോ ഹാപ്പി. അങ്ങനത്തെ ഓരോ നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമൊന്നും എനിക്ക് സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 10% അടുപ്പിച്ച് ബോഡി ഫാറ്റ് എത്തിക്കണമെന്നുള്ളതായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 28 or 30 അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 13-14 ബോഡി ഫാറ്റിൽ ഞാൻ 100 ഡേയ്സ് കൊണ്ട് എത്തിച്ചു. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചൊരു ബോഡിയുടെ ഒരു 85% ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി ഈ 100 ഡേയ്സിൽ. 100 ഡേയ്സ് കഴിഞ്ഞത് നമ്മൾ ഈ റീബൗണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചലഞ്ചൊക്കെ തീർന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഊബറിൽ ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഊബർ, ഡെലിവറി ഇതിലൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി. പുറത്ത് പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്നാക്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ച് വേറെ 1 മാസത്തിൽ
എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 64.5 എന്നുള്ളത് 68.5 ആയി. 4 കിലോസ് കൂടി. 10 കിലോ കുറച്ച്, അതിൽ 4 കിലോ കൂടി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പഴയ വെയിറ്റ് എത്തും, ഞാൻ 100 ഡേയ്സ് കഷ്ടപ്പെട്ടത് വെറുതെയാവും, വെള്ളത്തിലാവും, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ഒന്ന് കാലറി കൺട്രോൾ ചെയ്യണം. കാലറി കൺട്രോൾ ചെയ്താലേ പറ്റുള്ളൂ. വർക്കൗട്ടൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. ആഴ്ചയിൽ 4 ദിവസം ജിമ്മിൽ പോവും, അവിടെ കിടന്ന് ചത്ത് വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മെനഞ്ഞാന്ന് എൻ്റെ കാലിന് വർക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോഴും എനിക്ക് കാല് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹാംസ്ട്രിങ്സ്, ഗ്ലൂട്ട്സ്, എൻ്റെ ക്വാഡ്സ്, ഈവൻ കാഫ്സ് വരെ എനിക്ക് വേദന എടുക്കുന്നുണ്ട്. രാവിലെയൊക്കെ എണീക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ താങ്ങി എണീക്കുന്നത്, അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. ആൾക്കാർ വിചാരിക്കും ജിമ്മിലൊക്കെ പോയി സ്ട്രോങ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വേദനയില്ല, പക്ഷെ വർക്കൗട്ട് ചെയ്യുന്ന മസിൽസ് എല്ലാം നല്ല വേദനയാണ്. അങ്ങനെ കാലം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വർക്കൗട്ടിനൊന്നും ഒരു കുഴപ്പമില്ല, എൻ്റെ ഡയറ്റ് മാത്രമായിരുന്നു പ്രശ്നം. ആണ് പ്രശ്നം, എൻ്റെ ഡയറ്റാണ് പ്രശ്നം. എല്ലാവർക്കും അതായിരിക്കും ബേസിക്കലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ പറ്റില്ല, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനൊരു മിനി കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫ്രം ടുമോറോ. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഗോൾഫ് കളിക്കാൻ പോകുന്നു. ടോപ്പ് ഗോൾഫ്, പ്രോപ്പർ ഗോൾഫ് അല്ല, ടോപ്പ് ഗോൾഫ്, അത് കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഞാനും ഓർഡർ ചെയ്യും. കഴിച്ചില്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് തീരെ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഞാൻ കഴിക്കില്ല കേട്ടോ, ഞാൻ ഭയങ്കര ഡയറ്റിലാട്ടോ എന്ന് പറയുന്നത് ഐ ഫീൽ ഓക്വേർഡ്. ഇതില്ല, ഒരു സോഷ്യലി നിൽക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. അത്ര സ്ട്രിക്റ്റ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര കൂടെ ഉള്ളവർക്കൊരു കംഫർട്ടബിൾ അല്ലാതായിപ്പോയി. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നാളെ തൊട്ട് തുടങ്ങാം. ഇന്ന് അവിടെ ടോപ്പ് ഗോൾഫിനൊക്കെ പോയി, അവിടെ പോയി ഒരു ബർഗറൊക്കെ കഴിച്ച്, ടോപ്പ് ഗോൾഫിൻ്റെ അതൊക്കെ കഴിഞ്ഞ്, ഗെയിമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ഒരു യാത്രയുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടെയും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഓക്കെ, നാളെ തൊട്ടാണ് എൻ്റെ ഈ ആഴ്ചത്തെ വർക്കൗട്ട് എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച തൊട്ടാണ് എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി 4 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. പിന്നെ 3 ദിവസം ഇടയ്ക്ക് ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. ഇന്നലെ ബാഡ്മിൻ്റന് പോയായിരുന്നു. ബാഡ്മിൻ്റന് പോയി സോനയിലൊക്കെ പോയിരുന്ന് വിയർത്ത് കുളിച്ച് സ്റ്റീം റൂമിലൊക്കെ പോയിരുന്നു. എന്നിട്ടൊരു പ്രോപ്പർ ഷവറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ സോ ഗുഡ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നലെ അങ്ങനെ ബാഡ്മിൻ്റന് പോയി. അപ്പോൾ റെസ്റ്റ് ഡേയ്സിൽ ഞാൻ ഏതൊരു റെസ്റ്റ് എടുക്കും, ഇല്ലെങ്കിൽ ബാഡ്മിൻ്റനോ അല്ലെങ്കിൽ ചുമ്മാ നടക്കാൻ പോവുകയോ അതൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫ്രം മൺഡേ ഓൺവേഴ്സ് ഞാൻ ഒരു മിനി കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മിനി കട്ട് ഫോർ 30 days, അതാണ് എൻ്റെ പ്ലാൻ. എൻ്റെ ഡെയിലി കാലറി ഇൻടേക്ക് എന്ന് പറയുന്നത് 2200 ആണ്. ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് 2200. അല്ലെങ്കിൽ എനിക്ക് 1650 1670 അത്രയും കണ്ട് മതി. എൻ്റെ ബോഡി ഇങ്ങനെ ഒരു പണിയും എടുക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് 1600 സംതിങ് കാലറി മതി. പക്ഷേ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പ്രോപ്പർ ഇപ്പോഴത്തെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് എൻ്റെ മസിൽ ലോസ് ഒന്നും ഇല്ലാതെ പോകാനായിട്ട് എനിക്ക് 2200 കാലറി വേണം. മസിൽ ലോസും ഫാറ്റ് ലോസും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, 2200 ഉണ്ടല്ലോ. അപ്പോൾ ഇനി തൊട്ട് നെക്സ്റ്റ് 30 ഡേയ്സിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 കാലറി പെർ ഡേ, അതായത് 400 കാലറി ഡെഫിസിറ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇൻ കേസ് ഒരു സ്നാക്കൊക്കെ കഴിച്ചാലും ഒരു 200 കാലറി ബഫർ ഇട്ടാലും ഒരു 2000 വരെ പോവാം. ആഴ്ചയിൽ ഒരു സ്നാക്കൊക്കെ എക്സ്ട്രാ കഴിച്ചു കഴിഞ്ഞാൽ 2000 വരെ പോയാലും ഞാൻ സ്റ്റിൽ 200 കാലറി ഡെഫിസിറ്റിലാണ്. എങ്ങനെയായാലും ഫാറ്റ് ലോസ് ഉണ്ടാകും. ഒരു മാസം ട്രൈ ചെയ്യാം. ഒരു മാസം ട്രൈ ചെയ്യുമ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ. ഫാറ്റ് റെഡ്യൂസ് ചെയ്യണം. ഒരു മാസത്തിൽ 400 കാലറി ഡെഫിസിറ്റ് വെച്ചിട്ട് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റും അത്രയും ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നോക്കാം എത്രത്തോളം എന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്കാം. 10 കിലോ കുറച്ചാണ്, പക്ഷെ സ്റ്റിൽ അതിനുശേഷം ഇത് റീബൗണ്ട് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. റീബൗണ്ട് ചെയ്തുകൊണ്ട് എനിക്ക് എന്നിലൊരു വിശ്വാസം പോരാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലൊരു വിശ്വാസം പോരാ. എന്നാലും ട്രൈ ചെയ്യുവാണ്. നെക്സ്റ്റ് 30 days 1800 കാലറീസ് 4 days വർക്കൗട്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ചെക്ക് ചെയ്തപ്പോൾ 68.5 ആണ്. 68.5
ആൻഡ് യെസ്റ്റർഡേ ഞാനൊരു ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അവിടെ ചെക്ക് ചെയ്തായിരുന്നു വൈകുന്നേരം ജിമ്മിൽ പോയപ്പോൾ. അവിടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 14 പോയിൻറ്റ് സംതിങ് ആണ് കാണിച്ചത്, അറൗണ്ട് 15. പക്ഷേ അതിനകത്ത് ഞാൻ എൻ്റെ 3 മീൽസ് എൻ്റെ ഉണ്ടായിരുന്നു. ബോഡിയിൽ എൻ്റെ തുണിയൊക്കെ ഉണ്ടായിരുന്നു. വെയിറ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ബോഡി ഫാറ്റ് എന്ന് പറഞ്ഞാൽ 14.8 9 അങ്ങോട്ട് കാണിച്ചു. നമ്മൾ കഴിച്ച ആഹാരം ഫുള്ളുണ്ട്. അതിന് മുന്നേ ബാഡ്മിൻ്റൺ കളിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു 1 ലിറ്റർ വെള്ളം കൊണ്ട് കുടിച്ചായിരുന്നു. ഇതെല്ലാം കൂടെ ഉണ്ടായപ്പോഴത്തേക്കാണ് ഈ 14 പോയിൻറ്റ് സംതിങ്. അപ്പോൾ പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ മേ ബി ഒരു 40 ആയിരിക്കും എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഈ നെക്സ്റ്റ് 30 ഡേയ്സിൽ എത്രത്തോളം ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഗോൾ. ഐ വോണ്ട് ടു റെഡ്യൂസ് ടു അറ്റ്ലീസ്റ്റ് 11%. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് പോസിബിൾ, ബട്ട് ലെറ്റ് സി. അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് ഈ ടീയും കുടിച്ചിട്ട് കുറച്ച് നേരം പോയി കിടന്നു നോക്കട്ടെ, ഉറങ്ങാൻ പറ്റുമെന്ന് മണി 7:30 അപ്പോൾ ഒരു 9 മണി വരെ ഒന്ന് ഉറങ്ങാൻ നോക്കാം. പറ്റുവാണെങ്കിൽ 1 മണിക്കൂറും കൂടെ ഉറക്കം കിട്ടും. ഇല്ലെങ്കിൽ എനിക്ക് മിക്കവാറും ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ അവിടെ പോയി വെറുതെ കിടക്കും. അപ്പോൾ ശരി ഗൈസ്, എൻ്റെ 30 ഡേയ്സ് വർക്കൗട്ട് ചാലഞ്ച് സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് ഞാൻ പറയാം. ഡെയിലി മോർണിംഗ് വെയിറ്റ്, പിന്നെന്താ അന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട്സ്, കഴിക്കാൻ പോകുന്ന ഫുഡ്, ഇതിൻ്റെ എല്ലാം പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഇത് ഉണ്ടാവും. അപ്പോൾ ഒരു 30 ഡേയ്സ് കണ്ടിന്യൂസ് അപ്ഡേറ്റ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്ലീസ് ഫോളോ മീ ആൻഡ് I'll see you in the next one.